ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ബ്രഹ്മിയെക്കുറിച്ചിട്ടാണ്. ഈ ബ്രഹ്മി ആയുർവേദ ചികിത്സയിലും യുനാനി ചികിത്സയിലും സിദ്ധ ചികിത്സയിലും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് ഞരമ്പുകളുടെ ആരോഗ്യത്തിനും അതുപോലെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കൊക്കെയാണ് ഉപയോഗിക്കാറ്. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ ഈ ഓട്ടിസം, അപസ്മാരം അതൊക്കെയുള്ള കുട്ടികൾക്ക് നമുക്കിത് ബ്രഹ്മി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും അണുബാധകളിൽ നിന്ന് നമ്മൾ രക്ഷിക്കാനുള്ള കഴിവ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള ഈ ബ്രഹ്മിക്കുണ്ട്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അതുപോലെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ ബ്രഹ്മിക്കുള്ള കഴിവ് അപാരമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് എന്നിവയുള്ള ആളുകൾക്ക് ബ്രഹ്മി കൊടുക്കുന്നത് വളരെ നല്ലതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. പ്രമേഹം, അപസ്മാരം, രക്തശുദ്ധീകരണം എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. മുടി വളർച്ചയ്ക്ക് ബ്രഹ്മി നീര് ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതുപോലെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഉപയോഗങ്ങളുള്ള ഈ ബ്രഹ്മി നമ്മൾ ഓരോരുത്തരും വീട്ടിൽ പിടിപ്പിക്കുക. അതുപോലെ കുറച്ച് ബ്രഹ്മിയുടെ ഇല എടുത്തിട്ട് അത് നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്ത് ആ നെയ്യ് ദിവസം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണെന്ന് പ്രകൃതി ചികിത്സയിലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരും വീട്ടുമുറ്റത്ത് ബ്രഹ്മി വെച്ച് പിടിപ്പിക്കുക. താങ്ക് യു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ പ്ലീസ്.